കൊണ്ട് പ്രത്യാശയുടെ ആ വലിയ ആ വീക്ഷണത്തില് ആണ് പൗലോസ് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു ക്രിസ്ത്യാനിയായി ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഒരു വ്യക്തി പോലും നഷ്ടത്തിന്റെ പട്ടികയിലല്ല. പ്രത്യുതാപത്തിന്റെ ഭക്തന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയില് അവനെ എതിരേറ്റ് അവൻ എനിക്ക് നിങ്ങൾക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ആണല്ലോ എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളെ അനുസരിച്ച് ജീവിക്കുകയും പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഈ കുടുംബവും ഏറെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ഒരു കുടുംബമാണ്. കർത്താവ് ഇപ്രകാരം പറയുണ്ടായി, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എത്രയോ പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങള് ഈ പ്രിയപ്പെട്ട പിതാവ് ഭക്ഷിച്ച് പാനം ചെയ്തതാണ്. അങ്ങനെ ഭക്ഷിച്ച് പാനം ചെയ്ത് ഈ പിതാവ് ദൈവത്തിലും വസിച്ച വസിച്ചുകൊണ്ടിരുന്നതായ ഈ പിതാവ് ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ നിശ്ചയമായും ദൈവദർശനത്തിലേക്കാണെന്ന് നമുക്ക് ആശിക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പിതാക്കന്മാര് ഏറെ പ്രത്യാശയോടെ നമ്മളെ ദൈനംദിന പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി നോക്കി പാർക്കുന്നു. ഈ പ്രത്യാശയാണല്ലോ എന്നിലും നിങ്ങളിലും ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും രണ്ടാമത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയിൽ അവനെ എതിരേൽപ്പാനും അവന്റെ സ്വർഗരാജ്യത്തിന്റെ പൂർത്തീകരണത്തില് എന്നേക്കും ജീവിക്കുന്നവരുടെ പട്ടികയിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം രേഖപ്പെടുത്തി, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും ജീവിക്കും. ആ എന്നേക്കും ജീവിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവൻ മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനുഷ്യൻ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും ഈ ശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരുവാൻ തക്കവണ്ണം തന്റെ ഭക്തന്മാരോട് പട്ടികയിലായിത്തീർന്ന് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേയും ജീവിച്ചിരിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ കർത്താവിനോടുകൂടെ എന്നും വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഈ ദൈവത്തിന്റെ ഈ ദാസൻ പോയിരിക്കുന്ന ആ കാൽച്ചുവടുകളെ പിന്തുടർന്ന് നമുക്കും പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാട് മൂലം ദുഃഖിച്ചിരിക്കുന്ന ആകസ്മികമായ വേർപാട് എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ദുഃഖിച്ചിരിക്കുന്ന മക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഈ ഭവനത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജ്ഞാനായ സുവിശേഷ സമാജത്തിന്റെ അനുശോചനം ഞാൻ ഈ കുടുംബത്തെയും പ്രിയപ്പെട്ട സഹോദരിയെല്ലാം അറിയിച്ചുകൊണ്ട് എന്നിട്ട് വചനത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരുണ നിറഞ്ഞവനെ, നിന്നുടെ സൃഷ്ടിയ നീ പുതുതാക്കിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും. കനിയണമേ അവരെ ബറാഹത്തിന്റെയും ഇസഹാക്കുടെയും യാക്കോബിൻ മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതർതന്നുയിരും ശരീരാത്മ പാടണമേ. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആരംഭമുള്ളതിനൊക്കെ അവസാനമുണ്ട്. മനുഷ്യന് ആരംഭമുണ്ട്, അവന്റെ അവസാനവുമുണ്ട്. ചിരകാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. എത്രയെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. ലഭിക്കുന്ന സമയം കൊണ്ട് അമേരിക്കയിലായിരുന്നെങ്കിൽ ഡോളർ സമ്പാദിക്കാമായിരുന്നു. എന്നാൽ
പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലായിരിക്കുന്നവർ സമ്പാദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നാൾ ഇവിടെ നിന്ന് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന് എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ, അത് അവനവന്റെ നിരയിലാണ്. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുന്ന എത്ര കാലം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ലഭിക്കുന്ന സമയം അത്രയും കർത്താവിനോടുകൂടെ പോകുവാൻ ആകാംക്ഷയോടെ വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യാനിക്ക് ചേർന്ന ജീവിതം. ചിലരുടെ ജീവിതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാലത്തും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു വ്യക്തി അല്ല എന്ന് തോന്നും. പ്രിയമുള്ളവരെ, ഈ ലോകമെന്ന് പറയുന്നത് പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന എങ്കിൽ ഏറ്റവും കൂടുതൽ ചെകുത്താനെയാണ് സമ്പാദിക്കുന്നതെന്നാണ് വചനം കൊണ്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. ആരാണ് ഈ മാമോൻ? എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും ചോദിക്കും, ആരാണ് ഈ മാമോൻ? എല്ലാ പ്രാവശ്യവും കുറെ പേര് അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്ന മാമോൻ എന്ന് പറഞ്ഞാൽ സാത്താൻ, പിശാച്. കേട്ടോ പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിപ്പാൻ കഴിയില്ലെന്ന ഇംഗ്ലീഷിൽ വായിച്ചാൽ ഒരു സംശയവുമില്ല. വെൽത്ത്, നിങ്ങൾക്ക് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. അപ്പൊ ധനത്തെ കൂടുതൽ സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നു? ധനം ഈ ലോകത്തിൻ്റെതാണ്. അപ്പൊ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ഈ ലോകം ആരുടേതാണ്? ഈ ലോകം ജഗത്താന്റെയാ. കർത്താവ് തന്നെയല്ലേ പറഞ്ഞത്? ഈ ലോകം മുഴുവനും അവന്റെ അധീനതയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. ഈ ലോകം സത്യമായിട്ടും അവന്റെ അധീനതയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തെയും ലോകമോഹങ്ങളെയും വെറുത്ത് കർത്താവിനോട് പറ്റിച്ചേർന്ന് പ്രാർത്ഥനയോടും ഉപവാസത്തോടും പ്രത്യാശയോടും കൂടി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്ത്യാനിക്ക് ചേർന്ന ജീവിതം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ ഭവനവുമായിട്ടുള്ള ബന്ധം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1958 മുമ്പ് ഈ ഭവനവുമായി ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയതാണ്. അത് എങ്ങനെ ബന്ധപ്പെടുവാനിടയായി? കർത്താവിന്റെ തിരുസന്നിധിയിൽ വെച്ച് ഈ പ്രിയപ്പെട്ടവന്റെ ഭാര്യയായ കുഞ്ഞുമോളെ കണ്ടുമുട്ടി. കർത്താവിന്റെ വേലയിൽ വ്യാപൃതയായിരിക്കുന്ന ആ കുഞ്ഞുമോളും അന്ന് ഞാനും കർത്താവിന്റെ വേലയിലായിരുന്നു. അങ്ങനെ കർത്താവിന്റെ തിരുസന്നിധിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. അന്ന് മുതൽ ഇന്ന് വരെയും എത്രയോ വർഷങ്ങളായി എന്റെ വീട് എന്റെ സ്വന്തം വീട് പോലെ തന്നെ കരുതുന്ന ഒരു ഭവനമാണ് ഈ ഭവനം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രിയപ്പെട്ട കുഞ്ഞുമോള് ഈ കർത്തൃദാസന്റെ ഭാര്യ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ളവർക്കും ഇഷ്ടമാണ്. നാനാപ്രകാരേണ എല്ലാവർക്കും ഇഷ്ടവുമാണ്, സ്നേഹവുമാണ്. മുമ്പൊക്കെ ഞങ്ങളൊക്കെ എത്രയോ ദൂരെ ഏറ്റുമാനൂർ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോയ കാര്യങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഓർക്കും. അന്നൊക്കെ ലീഡ് ചെയ്ത് നിന്നിരുന്നതല്ല ഈ കുഞ്ഞുമോളാണ്. പ്രിയമുള്ളവര്, അങ്ങനെ ഈ കുഞ്ഞുമോളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സൽസ്വഭാവിയായ ഒരു കുഞ്ഞുഞ്ഞിനെയാണ് കുഞ്ഞുമോൾക്ക് ദൈവം കൊടുത്തത്. കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവര്, ഞാൻ ആദ്യകാലത്തൊക്കെ കുഞ്ഞുഞ്ഞിനെ കണ്ടപ്പോൾ ഇവര് ഭയങ്കരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അടുത്ത് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മീശയൊക്കെ ഉണ്ടെന്നുള്ളേ ഉള്ളൂ. പാവം പിടിച്ച ഇത്രയും പാവത്താനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ പ്രിയമുള്ളവരെ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുമോക്ക് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് സകല സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരാണ്. കാരണം കുഞ്ഞുമോളെ ഇതുപോലെയുള്ള ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിന് സ്ത്രീകൾ ആഗ്രഹിക്കും. കാരണം ഈ കുഞ്ഞുമോൾക്ക് വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും എല്ലാ തുറയിലുമുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. എന്തുകൊണ്ട് കർത്താവിന്റെ വേലക്കാരത്തിയാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞു പോകുന്നില്ല, പക്ഷേ തന്റെ ഭാര്യ പോകുന്നുണ്ട്. അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ട് കൊടുത്തു. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ മക്കളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു.
ആ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നത്. അതുപോലെ തന്നെ വേറെ തിരുമേനി പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, തിരുമേനി ആ കുഞ്ഞുമോളെ സൽക്കാരപ്രിയതാണ്. സൽക്കാരം ആരെ എങ്ങനെ വേണമെങ്കിലും സൽക്കാരം, എപ്പോഴാണെങ്കിലും ഏത് സമയത്താണ്, എത്ര പണം മുടക്കിയാണ്, അതിനൊന്നും യാതൊരു നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതിഥികളെ സൽക്കരിക്കുക. അതിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു പ്രിയമുള്ളവർ ഈ കുഞ്ഞുമോള്. അതുകൊണ്ട് കുഞ്ഞുമോളിന്റെ ദൈവവേലയ്ക്ക് തക്കവണ്ണവും അതിനധികവുമായി ഈ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ദൈവത്തെ സ്നേഹിച്ചു, കുഞ്ഞുമോൾക്ക് സഹായം ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവര്, അങ്ങനെയുള്ള കാലങ്ങളെല്ലാം കടന്നുപോയി എന്ന് നമ്മൾ വിചാരിക്കരുത്. മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളത് ഈ ലോക ജീവിതം കൊണ്ട് തീർന്നു പോയി എന്നുള്ള ഒരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. ഇത് ഈ മരണമെന്ന് പറയുന്നത് ഒരു പ്രൊമോഷനാണ്. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ആരംഭമുണ്ട്, അവസാനമുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിത്യമായ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ഇനിയും നമ്മളാൽ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അറിവോടും അറിവ് കൂടാതെയും എന്തെങ്കിലും പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ അത് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, ഈ പ്രിയപ്പെട്ടവന്റെ ജീവിത രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അനുകരിക്കാൻ പറ്റിയ ഒരു, അതായത് കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങളിൽ സഹായിക്കണമോ അതെല്ലാം ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട്, ഒരു വിശ്വാസിയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്നേഹവും ബഹുമാനവും കരുതലും തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഭാര്യയും മക്കൾക്കും ഒക്കെ വേണ്ടുന്നതായ എല്ലാ നല്ല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ ഈ പ്രിയപ്പെട്ട കർത്തൃദാസനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു കുഞ്ഞുഞ്ഞിൻ്റെത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, വിശുദ്ധ ദൈവാലയത്തിൽ പോകുന്നതിൽ വളരെ ശുഷ്കാന്തിയോടെ ജീവിച്ചിരുന്നു, വളരെ ശുഷ്കാന്തി കാണിക്കുമായിരുന്നു. പള്ളിയിലെ ക്രമീകരണങ്ങൾ, അതായത് താൻ ഏത് വിശ്വാസത്തിൽ ജനിച്ചുവോ ആ വിശ്വാസത്തിൽ നിലനിർത്തി ആ വിശ്വാസത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുകൊണ്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട്, നമ്മൾ സക്കറിയ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, യഹോവയായ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ, അവന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവം ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവനവന്റെ ആത്മാവിനെ നിർമ്മിച്ചു, അവനവന്റെ ആത്മാവിനെ നിർമ്മിച്ചു. അപ്പോ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആ ആത്മാവ് ആ മനുഷ്യന്റെ ഉള്ളിൽ ഇത്ര കാലം ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ലഭിച്ച കാലം അത്രയും ഈ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്ന ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തോട് കൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട കർത്തൃദാസന് കുഞ്ഞുഞ്ഞിന് ലഭിച്ചു. അതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ കുഞ്ഞുങ്ങളെയൊക്കെയും തന്റെ തലമുറകളെ ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവരോടും ദേറാപ്പള്ളിയുടെ സുവിശേഷ സമാജത്തിൻ്റെതായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഈ പ്രിയപ്പെട്ടവന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഇത്രയും കാലം ഈ ഭവനത്തിൽ എൻ്റെ മക്കളോട് ഒരുമിച്ച് ജീവിക്കുവാൻ നീ ഭാഗ്യം കൊടുത്തു. അതിനായി ദൈവമേ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ അവിടുന്ന് ക്ഷമിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ടവൻ പ്രതീസായിൽ തന്നെയാണ്, യേശുവിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ട് എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവ്. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും തുടർന്ന് നടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവമേ അവിടുത്തെ തിരികെ പ്രകാരം നടത്തുവാൻ
സംഗതിയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിന്റെ ദിവസത്തിൽ എൻ്റെ സൃഷ്ടിപ്പിനെ നിമിത്തനാക്കി കർത്താവേ, നിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ചതിൻ്റെ ഓരോ നോക്കി പാർക്കുന്നു. മരിച്ചുപോവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അവരെ നീ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുമോ ആകണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്നതിനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയും നാം എല്ലാവരോടും വിശേഷിച്ച് തമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ കർത്തൃദാസനോടും ദുഃഖത്തിൽ ആയിരിക്കുന്ന അതിൻ്റെ മക്കളോടും ഇന്ന് മുന്നേക്കും കൂടെ ഇരിക്കുമാറാകണമേ. ആമീൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട ഭക്തരായി മരിച്ചോ കരുളണമേ. നല്ലോർമ്മ നിന്റെ നിൽക്കണമിവൻ വലഭ ശിബഹോല ബോലം ബ്രോവൽ റൂഹോ കാദിശോ വലമിലഹത്തോറമെ ബാലസ്മതമിനമീം. മരണമുള്ളവരെ പാപമരണം രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം ലഭിച്ച ഉത്തമനും മരണമില്ലാത്തതിനുമായ ദൈവമേ, നിന്റെ കരുണ പ്രത്യാശയിൽ നശ്വരമായി ലോകത്തിനെ യാത്രയാക്കുന്ന ഞങ്ങളുടെ സഹോദരന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അപേക്ഷിക്കുന്നു. ഇവൻ ആത്മീയമായ പൂർണ്ണ ആശ്വാസമുള്ള രാജ്യത്തിലേക്ക് തോഴന്മാരുടെ കൂടെ ഇവനെ എത്തുകയും ചെയ്യണമേ. ജീവനുള്ളവൻ ജീവൻ നൽകുന്നതിനായ പിതൃത്വ പരിശുദ്ധാത്മായ ഏകദൈവമേ, നീ ഉത്തമ മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നല്ലോ. നിനക്ക് എന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ശുഭഹോല ബോലം ബ്രോവൽ റൂഹോ കാദീശോ മിൻവോലം വാദാമുലോലം വൽ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേന നീ ജീവാസരമതുണാർത്തണമേ. കബറേന്നുദ്യാനത്തിൻ സ്തൗമൻ ഗാലോസ് കുറിയേലായി. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ പുനരുത്ഥാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോലെ ന്യായാധിപനും സരി ആത്മാക്കളുടെയും ജനങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിർക്കുകയും ഇറക്കുകയും അവിടുന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണ്ണയിക്കുകയും മരണമുഖേതിനെ അഴിച്ച് മായിച്ചു കളയുകയും അക്ഷയ മനുഷ്യരുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നതിനുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബലവാനായ ദൈവമായ കർത്താവെ, മഹനീയമായ നിന്റെ പ്രത്യക്ഷയുടെ അവസാന ദിവസത്തിൽ പരേതർ നാശരീത ഉത്ഥാനം ചെയ്യും. സകല പരേതരുടെ മസ്തികൾ ശേഖരിക്കപ്പെടുകയും സൂര്യ ചന്ദ്രന്മാരുണ്ടു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകന്മാരെ മാലാഖമാർ ഭയത്തിൽ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവർത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായ സമർത്ഥമായി വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവരയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാമ പ്രകാശിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിൽ അയക്കപ്പെടുകയും ഇടത്ത് ഭാഗം നിത്യതണലിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങൾ ഓരോർക്ക് അർഹിക്കുന്ന പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ഈ ദാസനക്ക് അനുകമ്പ തോന്നണമേ.
ഈ വാത്സല്യ സൃഷ്ടി നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാൻ നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കിഞ്ഞരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീർന്നിരിക്കുന്ന സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസ റൂസ്മാൻ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീരരക്തം അനുഭവിച്ചവനും നിന്നുള്ള വിശ്വാസത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കും ദാസന് കനിവ് തോന്നണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരുടെ കൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ നീ വിധിക്കരുത്. മനുഷ്യ പ്രിയതി ഇവനെ ദയവുതോ നിന്റെ മഹാകരണ ഇവനെ ദർശിക്കുമാറാണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഇവനെ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശ മണർ ഇവനെ ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുത്ഥാനത്തിന്റെ വലത്തുഭാഗത്തെ ശ്രേഷ്ഠ അതിലേക്ക് ഇവനെ അർഹനാക്കണമേ. ഈ നിന്റെ ദാസന്റെ കടങ്ങളുടെ മോചനയെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമാ നിന്റെ തേജസ്സിനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലത്ത് ഭാഗത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ മഹത്വ ദാസൻ ശോഭിക്കുമാറാകണമേ. കർത്താവെ, ക്ഷണിക്കും അപകടപൂർണമായ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും ദാസരുമായ ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിൽ നിന്റെ ഭവനക്കാർക്കും വാത്സല്യമാകുചിതം നിനക്ക് പ്രീതികരമായ നല്ല അവസാനം അർഹരാക്കണമേ. ഞങ്ങൾ ഒരുവനെ പോലെ നിന്റെ രാജ്യനും വേർതിരിക്കപ്പെടുമാക്കി തീർക്കാതെ സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നില ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്ക് നിലവിലും പരിശുദ്ധമാക്കിയുള്ളതാകുന്നു. ഉയരേകുന്നോൻ രാജാ, ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാൽ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനാവിടാഞ്ഞ എന്നും അവൻ ജീവിപ്പ അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്ന് മഹത്വം മുറിയോറാഹേ മേലെ നുവാദാറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുഭവത്തിന്റെ ദുഃഖയെ പുതുവാക്കനിലുവാക്കണമേ. കർത്താവേ, നിന്നിലുള്ള ശാന്തി പ്രാപിച്ചും നിന്റെ വരും നോക്കിപ്പാക്കുകളെ മരിച്ചുപോലെ നീ ആശിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും മണി പാർപ്പിക്കണമേ. വന്നിനും വരുവാനിക്കലും മരിച്ചു ഉയർപ്പിക്കുവാൻ വാഴ്ത്തുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനുടെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും നമ്മൾ വാങ്ങിപ്പോയ കർത്തദാസന്റെ ആത്മാവോടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദയവായി ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്ന ആളിലൊക്കെയും പുറത്തേക്ക് നിറങ്ങും. ഇപ്പം മൃതശരീരം പുറത്തേക്ക് ഇറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളിലൊക്കെ ഇറങ്ങി ആ ചെരുപ്പുകളൊക്കെ അവിടെ നിന്ന് മാറ്റി കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവരും സഹകരിക്കണം. വെളിയിലോട്ട് അളിയൻ്റെ മൃതദേഹം വെളിയിലോട്ട് എടുക്കാൻ ഒരുങ്ങാണ്. എല്ലാവരും സഹകരിക്കുക. ധൃതി ഒന്നും വെക്കണ്ട. എല്ലാവരും സാവകാശം ഇത് മാറ്റത്തുള്ളൂ.